ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പക്ഷിക്കൂടിന് പെയിൻറ്റ് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വാവേൻ്റെ 10ാമത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ഈ പക്ഷിക്കൂട്. ഇതിൻ്റെ അകത്ത് 3 പക്ഷികളുണ്ടായിരുന്നു, 4 പക്ഷികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ചത്തുപോയി, അസുഖം വന്നിട്ടും അങ്ങനെ ചത്തുപോയി. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ വാങ്ങിച്ചില്ല, കുറേ നാളിങ്ങനെ കിടന്നു. അതിനുശേഷം ഇപ്പോൾ ഏട്ടൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പക്ഷികളുണ്ട്, അവിടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതൊക്കെ നീറ്റാക്കി എടുക്കാണ്ട് കൊണ്ടുവരാൻ കഴിയില്ല, ഫുള്ള് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തെല്ലോ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി മുകളിലെ ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ കുടുക്കിയും അതൊക്കെ വൃത്തിയാക്കി എടുത്താൽ ഈ പക്ഷിയെ കൊണ്ടുവന്ന് ആക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിത് പെയിൻറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കുമെന്ന്. അപ്പോൾ കുറേ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോക്ക് 2 സൈഡും ഡോറുണ്ട്. ഒന്ന് ഫുഡ് കൊടുക്കാനും ഒന്ന് പിന്നെ പക്ഷീനെ ഉള്ളിലേക്ക് ഇടേണ്ട ചെറിയൊരു ഡോറുണ്ടായിന്. അപ്പോൾ 2ൻ്റെ ലോക്കെല്ലാം നല്ലോണം തുരുമ്പ് പിടിച്ചിട്ട് ഇതായിട്ടുള്ള. അപ്പോൾ തുറക്കാൻ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് ഇത് കുത്തി തുറക്കാമെന്നില്ല പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ ഷീറ്റെല്ലാം കീറിയിട്ടുണ്ടായിരുന്നു, മഴ തന്നെ എടുക്കാൻ വേണ്ടി ഇട്ടതാണ്. അത് പ്ലാസ്റ്റിക്കും പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ കളർ ഷീറ്റെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം പോയി. അപ്പോൾ എല്ലാം മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഏട്ടൻ പറഞ്ഞു അത് ചുറ്റിയോണ്ട് അത് കുത്തിയിട്ട് പൊട്ടിച്ചിട്ട് ഇതിന് എടുക്കുക, വേറെ ലോക്ക് വാങ്ങിക്കുക, അങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത്. കള്ളൻ കുത്തി തുറക്കുന്നു. ഇപ്പം ആ ചട്ടിയെല്ലാം പൊളിയോ വീണിട്ട്? നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടാ. അതാ ഇപ്പം എല്ലാം കൂടി റോബിൻ ഉണ്ട്. അങ്ങനെ ലോക്ക് എങ്ങനെയോ പൊട്ടിച്ചെടുത്തു. ഇനി അത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് തുരുമ്പെല്ലാം കളഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. സന്ധ്യാവാനായ സമയത്ത് തന്നെ കൊണ്ട് നല്ല കൊതുകേനെ, ഒരു കൊതുകിൻ്റെ തിരിയെല്ലാം കത്തിച്ച് വെച്ചു. ലാസ്റ്റ് കൊതുകടി സഹിക്കാൻ പറ്റാണ്ടായി. അപ്പം എന്നിട്ട് പെയിൻറ്റും സാൻഡ് പേപ്പറിൽ എടുത്തിട്ട് വന്നു. വലിയ പെയിന്റ് അടിക്കാൻ തലയിൽ വേണം, എന്നാലേ ലുക്ക് വരുള്ളൂ. ഒരു വേണ്ട പണിയെടുക്ക. എനിക്ക് പൊടി അലർജി ഉള്ളതുകൊണ്ട് ഇങ്ങനെ എന്ത് ജോലി ചെയ്യുമ്പോൾ മൂക്കെല്ലാം കെട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ടീഷർട്ട് എടുത്തിട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത്. അച്ഛനൊക്കെ തുരുമ്പെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളിത് ഫുള്ള് വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് കഴുകി. അപ്പം പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വിശക്കെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ വേണ്ടി നമ്മൾ റെഡിയായിട്ട് പുറത്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പെയിൻറ്റിങ് നടക്കില്ല, പെയിൻറ്റിങ് വേറെ ദിവസം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഈ ഇന്നത്തെ പണി അവസാനിപ്പിച്ച ശേഷം നമ്മൾ പുറത്തേക്ക് പോയത്. ഇനി അതൊക്കെ വെള്ളമെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ ശേഷം പെയിൻറ്റിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 3 ദിവസത്തെ പണി ഉണ്ടായാലും എല്ലാം കൂടിയിട്ട് കുറേശ്ശായിട്ടിൽ ചെയ്യുന്നല്ലോ, അതുകൊണ്ട് 3 ദിവസം എടുത്ത് കംപ്ലീറ്റ് ആകാൻ വേണ്ടി. അപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ ദിവസം വന്നു കഴിഞ്ഞ് ഇന്നത്തെ പണി നിർത്തി വന്നു. എൻ്റെ ഹോട്ടലിൽ വന്നു നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഫ്രൈഡ് റൈസ് എല്ലാം വന്നു, നമ്മൾ കഴിക്കാൻ പോവുകയെന്ന്. തന്നെ കൂട്ടണം പോകുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കുറച്ച് രാത്രിയായിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അതിന് ശേഷം പിറ്റേത്തെ കാര്യങ്ങളൊക്കെ നോക്കി കിടന്നുറങ്ങി. അതിന് ശേഷം പിറ്റേന്ന് ബാവ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമുള്ള വൈകുന്നേരമാണ് ഇനി കാണിക്കുന്നത്. അങ്ങനെ 2 ദിവസം കുറച്ചായിട്ട് 3 ദിവസം കുറച്ചായിട്ട് ചെയ്തിട്ടാണ് ഈ പണി അങ്ങ് തീർത്തത്. അപ്പോൾ പിറ്റേന്ന് പെയിൻറ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. പെയിൻറ്റ് അറിയും പോലെയൊക്കെ അടിക്കുക, നമുക്ക് ഇത്രയെല്ലാം അറിയാം. അപ്പം പിന്നെ പക്ഷിക്കൂടല്ലേ, വീടൊന്നുമില്ലല്ലോ, അപ്പം അറിയുന്ന പോലെ ചെയ്യാം. മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ഞാനും ഭാവിയും ചെയ്തു. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്.
ടുട്ടു പിന്നെ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുണ്ടാവും, എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെല്ലാം പരിശോധിച്ച് അതിൻ്റെ ഇടയിൽ കയറി നമ്മൾ ഒന്നും അടങ്ങാറാക്കാണ്ട് പോകില്ല. അങ്ങനെ ചുറ്റി കളിക്കുന്നത്. അപ്പോൾ പെയിൻ്റാവും എന്ന് വെച്ചിട്ട് വാവ ഓടിക്കുന്നത്, എൻ്റെ മൈലിൽ കറുപ്പ് പെയിൻ്റാവും എന്ന് വിചാരിച്ചിട്ട് ഓടിക്കുന്നത്. അന്നത്തെ കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം അവസാനം മിനുക്ക് പണിയിലാണ്. അപ്പം എല്ലാവരും ഒരു വക റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് വിട്ട് പോയ സ്ഥലത്തൊക്കെ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പെയിൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം അവിടെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് പക്ഷിനെ കൊണ്ടുവന്ന് ഇതിൽ ആക്കുകയും വേണ്ടു. അപ്പോൾ ഒരു ദിവസം പോകുന്നുണ്ട്, ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നത്. ഇതുപോലെ സിമ്പിൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസെല്ലാം ഇഷ്ടമായിട്ടില്ല അവർ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.